ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. പാല് കൊടുത്ത ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ, തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ച് പറയണ്ട ചെറിയമ്മ. ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ. വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്ത ചെല്ലുമേ. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ?